ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജികൾ തിങ്കളാഴ്ച കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതു കാട്ടിയാണ് ഇന്ന് ഹർജി സമർപ്പിച്ചത്. നേരത്തെ മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയിരുന്നു. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് പിന്നാലെ അറസ്റ്റിലായ ആളാണ് സുധീഷ് കുമാർ. സ്വർണ്ണപ്പാളികൾ കടത്തുമ്പോൾ സുധീഷ് കുമാർ ആയിരുന്നു ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞത് കാട്ടിയാണ് ഇന്ന് സുധീഷ് കുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചത്. ഫെബ്രുവരി 2-ന് കോടതി ജാമ്യ ഹർജികൾ പരിഗണിക്കും. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചു നൽകാനാണ് സാധ്യത. ഇതോടെ സുധീഷ് കുമാറും ജയിൽ മോചിതനാകും. നേരത്തെ മുരാരി ബാബു, S ശ്രീകുമാർ എന്നിവർ ജയിൽ മോചിതരായിരുന്നു. ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് പൂർത്തിയാവാത്തതിനെ തുടർന്നാണ് ജയിലിൽ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യ ഹർജി സമർപ്പിക്കും. KS ബൈജു ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളും സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. SITയുടെ മെല്ലെപ്പോക്ക് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സഹായകരമാകുന്നു എന്നതാണ് ആരോപണം. ജനം, കൊല്ലം.